അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസിയോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എക്സിറ്റ് അടിക്കാൻ ഇക്കാമയിലെ വാലിഡിറ്റി ഒരു ദിവസം മാത്രം മതി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പറയുന്നത് ഇക്കാമയിൽ എക്സിറ്റ് അടിക്കാൻ ഒരു ദിവസത്തെ വാലിഡിറ്റി മാത്രം മതി. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ നോർമലായിരിക്കും സ്പോൺസർമാർക്ക് അത് കമ്പനികൾക്കൊക്കെ എക്സിറ്റ് അടിക്കാൻ കിവ വഴിയൊന്നും കഴിയില്ല. എക്സിറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മുറാജ ജവാസാത്തിന് കാണിക്കും, ജവാസാത്തിൽ പോകാൻ വേണ്ടി കാണിക്കും. ചിലപ്പോൾ കിവ കട്ടായതുണ്ടാവാം, അബ്ഷർ കട്ടായതുണ്ടാവാം, അങ്ങനെ പല കാരണങ്ങളാവാം ജവാസാത്തിൽ പോകേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എക്സിറ്റ് അടിക്കാൻ കൊടുക്കുമ്പോൾ ഒരു ദിവസം കാത്തിരിക്കേണ്ട, മിനിമം ഒരാഴ്ച മുമ്പെങ്കിലും എക്സിറ്റ് അടിക്കാൻ വേണ്ടി കൊടുക്കണം. കാരണം ചില സാഹചര്യങ്ങളിൽ എക്സിറ്റ് അടിക്കാൻ അവരെ പേഴ്സണായിട്ടുള്ള അബ്ഷറോ കിവ പോർട്ടറോ വഴിയൊന്നും കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച മുമ്പ് നമ്മൾ കൊടുക്കണം. പിന്നെ അവസാന ഘട്ടത്തിൽ എക്സിറ്റ് അടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്, പിന്നെ എക്സ്പയർ ആയി പോകും. അതും പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്, എക്സിറ്റ് അടിക്കാൻ ഇക്കാമയിൽ ഒരു ദിവസം കാലാവധി മതി. പക്ഷേ ചില സാഹചര്യങ്ങളിൽ കമ്പനിക്കോ കഫീലിനോ മോസസോ കമ്പനിക്കൊക്കെ എക്സിറ്റ് അടിക്കാൻ കിവ പോർട്ടർ വഴിയോ അബ്ഷർ വഴിയോ കഴിയില്ല. ചിലപ്പോൾ എക്സിറ്റ് അടിക്കാൻ കൊടുക്കുമ്പോൾ മൊറാജ ജവാസാത്ത് കാണിക്കും, ജവാസാത്ത് പോകാൻ വേണ്ടി കാണിക്കും. അപ്പോൾ ജവാസാത്തിന് അടിക്കേണ്ടതായി വരും. അപ്പോൾ സ്പോൺസർക്ക് ആ ദിവസം സ്പോൺസർക്ക് ജവാസാത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മക്തബ് മുഖേനയൊക്കെ അടിക്കാൻ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. പ്രത്യേകം ഓർപ്പിക്കുകയാണ്, എക്സിറ്റ് അടിക്കാൻ കൊടുക്കുമ്പോൾ ഒരാഴ്ച മുമ്പേ എക്സിറ്റ് അടിക്കാൻ കൊടുക്കുക, അത് ഏറ്റവും നല്ലത്. ഇക്കാമ ഡേറ്റ് അല്ല പ്രശ്നം. ചിലപ്പോൾ അബ്ഷറിലോ കിവയിലോ എക്സിറ്റ് അടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. റീഎൻഡിയും എക്സിറ്റ് മാത്രമല്ല റീഎൻഡി വരെ അടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകം ഞാൻ ഓർമ്മിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്യും. ഓക്കെ, ഇത് കൊടുക്കാം. അസ്സലാമു അലൈക്കും.